നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസിന്റെ 5ാമത്തെ ചോദ്യമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ കാടുകളിൽ 1812 നടന്ന കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന്റെ പേരെന്താ? കുറിച്യ ലഹള അല്ലെ? കുറിച്യരുടെ ലഹള അല്ലെങ്കിൽ കുറിച്യ ലഹള എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് ഇതിന്റെ ഹെഡായിട്ട് നിന്നത്, നേതൃത്വം നൽകിയത്? രാമൻ നമ്പിയാണ് അല്ലെ? രാമൻ നമ്പി എന്ന് പറയുന്ന വ്യക്തിയാണ് 1812 കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഇനി വർഷം ഇതിൽ നിന്നും നമുക്ക് കിട്ടി 1812 വയനാട്ടിലാണ് നടന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടന്നതെന്ന് ജസ്റ്റ് നമുക്ക് കേരള ചരിത്രത്തിനകത്തൊരു കാര്യം കിടപ്പുണ്ട്, നോക്കുക. വേലുത്തമ്പിയുടെ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്. അപ്പം വേലുത്തമ്പിയുടെ കലാപം നടന്നുകൊണ്ടിരുന്നപ്പോൾ മലബാറിൽ കാര്യമായ അസ്വസ്ഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും 1812 വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും തങ്ങളിൽ നിന്നും നികുതിയായ സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയത്തിൽ പ്രതിഷേധിച്ചാണ് ലഹള ഉണ്ടാക്കിയത്. എന്താണ് പറഞ്ഞത്? അവരിൽ നിന്നും നികുതിയായിട്ട് സാധനങ്ങളായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തരണമെന്ന്. അപ്പൊ 1812 വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും തങ്ങളിൽ നിന്നും നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ബ്രിട്ടീഷുകാരുടെ നയത്തിൽ പ്രതിഷേധിച്ച് ലഹളയുണ്ടാക്കി. അവർ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സേനാ വിഭാഗങ്ങളെ വളഞ്ഞു. ബ്രിട്ടീഷുകാർ മൈസൂർ വഴിയും കേരളം വഴിയും വയനാട്ടിലേക്ക് സൈന്യങ്ങളെ അയക്കുകയും പ്രക്ഷോഭണത്തെ അമർത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ ഒടുവിലത്തേതാണ് കുറിച്യർ ലഹള എന്നറിയപ്പെടുന്നത്. ഓക്കെ, സമാധാനം സ്ഥാപിക്കപ്പെട്ടതോടെ അധികൃതർ തങ്ങളുടെ ശ്രദ്ധ ആഭ്യന്തരമായ പുനർനിർമ്മാണത്തിലേക്ക് തിരിച്ചുവിട്ടു. തിരുവിതാംകൂറിനും കൊച്ചിക്കും മലബാറിനും രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടെങ്കിലും ഈ 3 രാജ്യങ്ങളും പുതിയ ഭരണത്തിന്റെ ചില പുരോഗമന നയങ്ങളാൽ നാനാമുഖമായ വികാസം നേടുകയുണ്ടായി. ഇതാണ് കുറിച്യർ ലഹളയെ പറ്റിയിട്ട്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാരണം കിട്ടി. എന്താണ് കാരണം? കുറിച്യരുടെയും കുറുമ്പരുടെയും ഒക്കെ മേല് ബ്രിട്ടീഷുകാരൻ നികുതി ഏർപ്പെടുത്തിയതാണ് കാരണം. ഇനി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് തോമസ് വാർഡൻ. ഓക്കെ, അദ്ദേഹമാണ് നികുതി ഏർപ്പെടുത്തിയത്. കുറിച്യർ ലഹളയുടെ നേതാവ് നമ്മൾക്ക് കിട്ടിയ രാമൻ നമ്പിയാണ്. മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, അത് നമുക്കറിയാം. അതുപോലെ ഇത് അടിച്ചമർത്തിയ ഡേറ്റ് 1812 മെയ് 8-ാം തീയതി ഇത് അടിച്ചമർത്തി. ഓക്കെ, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? പഴശ്ശി യുദ്ധങ്ങളാണ്. ഇതിന്റെ തൊട്ടു മോളോട്ട് പഴശ്ശിയെ പറ്റിയിട്ടുള്ള യുദ്ധങ്ങൾ, 1-ാം പഴശ്ശി യുദ്ധം, 2-ാം പഴശ്ശി യുദ്ധം ഒക്കെ കിടപ്പുണ്ട്, കുണ്ടറ വിളംബരം ഒക്കെ കിടപ്പുണ്ട്. നമുക്കിപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പഴശ്ശി യുദ്ധം പറയാം. പഴശ്ശി യുദ്ധം എന്ന് പറയുമ്പോൾ കാലഘട്ടം ഏതാണ്? 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം ആണല്ലോ. ഇനി നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളില് ഏറ്റവും ശക്തമായ യുദ്ധമായിരുന്നു പഴശ്ശി യുദ്ധം. 1-ാം പഴശ്ശി യുദ്ധം നടന്ന വർഷം 1793 മുതൽ 1797 വരെ ആയിരുന്നു 1-ാം പഴശ്ശി യുദ്ധം. ഇവിടോട്ട് അങ്ങ് എഴുതാം, ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. 97 വരെ ആയിരുന്നു അല്ലെ. പ്രധാന കാരണം എന്താണ്? എപ്പോഴും കാരണം നികുതി പിരിക്കുന്നത് തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. എവിടെ വെച്ചിട്ടാണ് ഈ 1-ാം പഴശ്ശി യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത്? പുരളിമല. എവിടെ വെച്ചിട്ടാണ്? പുരളിമലയിൽ വെച്ചിട്ടാണ്. എവിടെയായത്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പുരളിമലയിൽ വെച്ചിട്ടാണ് ഈ 1-ാം പഴശ്ശി യുദ്ധത്തിന്റെ കേന്ദ്രം, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് അവസാനിപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്കും പഴശ്ശിരാജയ്ക്കും ഇടയ്ക്ക് നിന്നൊരു വ്യക്തിയുടെ കാര്യം ചോദിക്കാം. ചിറക്കൽ രാജാവ്. ചിറക്കൽ രാജാവാണ് ഈ 1-ാം പഴശ്ശി യുദ്ധത്തിനെ നിർത്താനായിട്ട് കാരണമായത്. ഇനി 2-ാം പഴശ്ശി യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് 1800-ലാണ്, അവസാനിക്കുന്നത് 1805-ലാണ്. സെക്കൻഡ് പഴശ്ശി യുദ്ധം. ഓക്കെ, അപ്പം എന്തിന്റെ ഫലമായിട്ടാണ്? ഇവിടെ ഹിസ്റ്ററിയിൽ കിടപ്പുണ്ട്. 4-ാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് 2-ാം പഴശ്ശി വിപ്ലവം ഉണ്ടായത്. അതായത് നമുക്കറിയാം, മൈസൂർ കലാപങ്ങൾ ആരുമായിട്ടാ? ടിപ്പു സുൽത്താനുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഹൈദരാലിയിൽ നിന്നും ടിപ്പു സുൽത്താനുമിലേക്കും
ബ്രിട്ടീഷുകാർക്കിടയിലേക്കും. അങ്ങനെ ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഈ രണ്ടാം പഴശ്ശി യുദ്ധത്തിലേക്ക് നയിച്ചത്. രണ്ടാം പഴശ്ശി യുദ്ധത്തിലെ സൈന്യത്തെ നയിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ നമുക്കറിയാം. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ തുടങ്ങിയവരായിരുന്നു. ഇനിയും ചോദിക്കാം, രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. അപ്പം നമ്മൾ ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ സിനിമയിൽ ഉള്ളതാണ്. അതുപോലെ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസ്ലി പ്രഭു. എഴുതിയപ്പോ തെറ്റിപ്പോയി. വെല്ലസ്ലി പ്രഭുവാണ്. ഓക്കെ. അതുപോലെ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച ഡേറ്റ് 1805 നവംബർ മാസം 30-നാണ്. അതുപോലെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതും സർദാർ KM പണിക്കർ തന്നെയാണ്. പഴശ്ശി സമരം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? KKN കുറുപ്പാണ്. ഇത്രയും ഓർത്തു വെച്ചിരിക്കുമല്ലോ. ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കേരള വർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിനെ പറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോവുക. കുണ്ടറ വിളംബരം ഒന്ന് നോക്കിയിട്ട് പോവുക. കുണ്ടറ വിളംബരത്തിന്റെ വർഷം 1809 കുണ്ടറ വിളംബരം. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയതെന്നൊക്കെ അറിയാമല്ലോ. ആരാണ്? വേലുത്തമ്പി ദളവയാണ് ഈ ഒരു കുണ്ടറ വിളംബരം നടത്തിയത്. ഡേറ്റ് 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ. ഇനി എക്സ്ട്രാ പോയിന്റ്സ് ഒരുപാടുണ്ട്. ചോദ്യമാണ്, കല്ലുമാല സമരത്തിൽ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. നമുക്കറിയാം, കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് കലാപം നടന്ന വർഷം 1915 എന്നാണ്. 1915 നേതൃത്വം നൽകിയ വ്യക്തി ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് അല്ലെ? അപ്പൊ എന്തായിരുന്നു കല്ലുമാല സമരം പെരിനാട് കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം? പുലയർ ഉൾപ്പെടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ട് കല്ലുമാല കൊണ്ടിട്ടുള്ള ആഭരണങ്ങളാണ് ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർക്ക് അണിയുന്നത് പോലെയുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർക്ക് നേടിയെടുക്കുകയും ചെയ്തു. അതാണ് കല്ലുമാല സമരം. ഇത് എവിടെയാണ്? അതായത് പെരിനാട് എന്ന് പറയുന്ന ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പെരിനാട് അല്ലെ? അപ്പൊ പെരിനാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. തെറ്റിക്കത്തില്ലല്ലോ. അപ്പൊ കല്ലുമാല സമരം അയ്യങ്കാളിയാണ്. കാരണം എന്താണ്? ഡേറ്റ് പഠിച്ചു വെച്ചേക്ക് 1915 കൊല്ലം ജില്ലയിലാണ്. ഇക്കൂട്ടത്തിൽ നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ചാന്നാർ ലഹള ചിലപ്പം ഇനി അടുത്ത സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചാന്നാർ ലഹള 1859 ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822. നമ്മൾ കഴിഞ്ഞ ദിവസം അത് കൃത്യമായിട്ട് പറഞ്ഞു. ഈ ചാന്നാർ ലഹള നോക്കുമ്പോൾ 1859 പക്ഷെ ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത് 822 ഒന്നാം ചാന്നാർ ലഹള. ഓക്കെ, ഇത് നടക്കുന്നത് 1822. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഈ ചാന്നാർ ലഹള ആണല്ലോ. മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്ന ഒന്നാണ് ചാന്നാർ ലഹള. ചാന്നാർ ലഹള നടന്ന വർഷം നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൽ നടന്നതാണ് 1859. അപ്പൊ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള എല്ലാം ഒന്നാണ്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ ഉള്ള അനുവാദം നൽകിയത് 1859 ജൂലൈ മാസം 26-നാണ്. ആരാ അനുവദിച്ചത്? തിരുവിതാംകൂറിലെ അന്നത്തെ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ചാന്നാർ ലഹള കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചോണേ. 1859 അനുവാദം കൊടുത്തു. സ്റ്റാർട്ട് ചെയ്ത് 1822. ദെൻ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് മലയാളി മെമ്മോറിയൽ 1891. ഞാൻ ഈ കേരള ഹിസ്റ്ററിയുടെ പല സെക്ഷനായിട്ട് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണുക കേട്ടോ. മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറിലെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അല്ലെ, വിദ്യ അഭ്യസിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ആ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് ചോദിക്കാം. ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ ആണ്. പഠിച്ചിട്ട് പോവുക കേട്ടോ. അതുകൂടെ ഒക്കെ പഠിച്ചിട്ട് പോവുക. അതുപോലെ ഇത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അതുപോലെ സമർപ്പിച്ച വർഷം 1891. ഏത് ദിവസം? ജനുവരി മാസം 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ആദ്യമായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. അതുപോലെ ഇതിനകത്ത് ഏകദേശം 10,000 പ്രീവിയസ് ചോദ്യമാണ്, 28 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്.
എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. ഇത് എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. ഓക്കെ ആണല്ലോ? ഇത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുമല്ലോ. ഇത് ഏത് പത്രത്തിലാണെന്ന് ചോദിക്കാം. മിതഭാഷിയിലാണ്. നിങ്ങൾ പോകുന്ന സമയത്ത് ജസ്റ്റ് ഈ മലയാളി മെമ്മോറിയലും നമ്മുടെ ഈഴവ മെമ്മോറിയലും ഈ കല്ലുമാല സമരം ഇനി ഉടനെ ചോദിക്കില്ലായിരിക്കും. വൈക്കം സത്യാഗ്രഹം ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. എല്ലാവർക്കും അറിയാമെന്നറിയാം, എങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം അല്ലെ? കേരളം സംസ്ഥാന സാക്ഷരത ഉള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991 ആണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ്. ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും കൂടെയാണ് നോക്കാനുള്ളത് കേട്ടോ. വേൾഡ് ഹിസ്റ്ററി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ